Hello, my dear students. Today's topic is cultural factors. How the cultural factors influence entrepreneurial growth. How influence culture on entrepreneurial growth. എങ്ങനെയാണ് ഓൺടർപ്രണറിനെ അവർ താമസിക്കുന്ന അല്ലെങ്കിൽ അവർ ജീവിക്കുന്ന കൾച്ചർ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത്. കൾച്ചർ എന്ന് പറയുന്നത് എന്താണ്? ഒരു കൾച്ചർ എന്ന് പറയുന്നത് ശരിക്കും കൾച്ചറിൻ്റെ മലയാളം മീൻസ് സംസ്കാരമാണ്. അതായത് നമ്മൾ ഒരു സൊസൈറ്റിയിൽ ജീവിക്കുമ്പോൾ അവിടുത്തെ വാല്യൂസ്, ബിലീഫ്സ്, സിസ്റ്റംസ് എല്ലാം മിക്സിംഗ് ആണല്ലോ കൾച്ചർ എന്ന് പറയുന്നത്. ഈ കൾച്ചർ ഈസ് എ കൾച്ചർ ഇൻഫ്ലുവൻസ് ഓർഗനൈസേഷൻ ഡെവലപ്മെൻറ്റിലോ കൾച്ചർ ഇൻഫ്ലുവൻസ് ഓൺടർപ്രണറിയൽ ഗ്രോത്ത് ആണോ? ഈസ് കൾച്ചർ ഇൻഫ്ലുവൻസ് ഓർഗനൈസേഷണൽ ഗ്രോത്ത്? യെസ്, ഡെഫിനറ്റ്ലി കൾച്ചർ ഇമ്പാക്റ്റ് ഓൺ ഓൺടർപ്രണറിയൽ ഗ്രോത്ത്. ഹൗ? ഫസ്റ്റ് പോയിൻ്റ് ഈസ് കൾച്ചർ ഇമ്പാക്റ്റ് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ചില കൾച്ചറിൽ എന്താ പറയുക, അവിടുത്തെ ചില വാല്യൂ സിസ്റ്റം, അത് കൾച്ചർ എന്തായാലും ഓർഗനൈസേഷൻ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ടായിരിക്കും. കാരണം ഹ്യൂമൻ ബിഹേവിയർ എന്ന് പറയുന്നത് ഇൻഫ്ലുവൻസ് ബൈ ദി കൾച്ചറാണ്. ഓക്കെ, അപ്പോൾ ആ കൾച്ചർ ചില കൾച്ചറിൽ നമുക്കതിന് സപ്പോർട്ടഡ് ആയിരിക്കില്ല, ചില കൾച്ചർ സപ്പോർട്ടീവാണ്. അപ്പോൾ കൾച്ചർ ഓർഗനൈസേഷൻ ബിഹേവിയർ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അതുപോലെ റിലീജിയസ് ബിലീഫ്സ്, ചില റിലീജിയസ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്, ചില റിലീജിയസ് ഓർഗനൈസേഷണൽ ഗ്രോത്തിന് സപ്പോർട്ട് ചെയ്യും. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ചില റിലീജിയൻ ചില ടൈപ്പ് ഓഫ് ബിസിനസ്സിന് സപ്പോർട്ട് ചെയ്യുന്നില്ല. ഓക്കെ, അതുപോലെ ഇപ്പോൾ മുസ്ലിം കമ്മ്യൂണിറ്റിയിൽ പറയുകയാണെങ്കിൽ ഇപ്പോൾ ഈ ആൽക്കഹോൾ ബിസിനസ് സാധാരണഗതിയിൽ മുസ്ലിം ഓൺഡ് ബിസിനസ് കുറവായിരിക്കും. ഓക്കെ, എന്നാൽ മുസ്ലിംസ് നിറയെ ബിസിനസ് ചെയ്യുന്നവരാണ്. എന്നാൽ ഹിന്ദുസിൽ തന്നെ ചില കമ്മ്യൂണിറ്റീസ് ഉണ്ട്, സബ് കാസ്റ്റുകളൊന്നും അങ്ങനെ മൈനോറിറ്റി ഗ്രൂപ്പ്സ്, അതായത് ഹിന്ദുസ് റിലീസിൽ ചില ഹിന്ദു ബിലീഫ്സ് സിസ്റ്റമൊന്നും കൂടുതലായിട്ട് അങ്ങനെ ബിസിനസ്സിന് സപ്പോർട്ട് ചെയ്യുന്നവരില്ല. ഓക്കെ, അങ്ങനത്തെ ഒരു പ്രശ്നം വരുന്നുണ്ട്. ചില റിലീജിയൻ സപ്പോർട്ട് ചെയ്യുന്നു, ചില റിലീജിയൻ സപ്പോർട്ട് ചെയ്യുന്നു, ചില റിലീജിയൻ ചില ബിസിനസ്സിനെ സപ്പോർട്ട് ചെയ്യുന്നില്ല. അങ്ങനെ ഇപ്പോൾ റിലീജിയൻ എന്തായാലും ഓൺടർപ്രണറിയൽ ഗ്രോത്തിനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ ചില മൈനോറിറ്റി ഗ്രൂപ്പ് എന്ന് പറയുന്നത് ഈ റിലീജിയന് വരുന്ന സബ് കാസ്റ്റിൻ്റെ മൈനോറിറ്റി ഗ്രൂപ്പ് എന്ന് പറയുന്നത്. പിന്നെ സ്പിരിറ്റ് ഓഫ് ക്യാപിറ്റലിസം, അതായത് നമുക്കൊരു നീഡ് ഫോർ അച്ചീവ്മെൻ്റ്, പ്രോഫിറ്റ് മോട്ടീവ്, ഇങ്ങനെയൊക്കെ ഒരു ആഗ്രഹം ഉണ്ടാവും. അങ്ങനെ ആഗ്രഹമില്ലാത്തൊരു കമ്മ്യൂണിറ്റി ഉണ്ടാവാം. ഓക്കെ, അങ്ങനെ ആഗ്രഹമില്ലാത്തൊരു കൾച്ചർ ഉണ്ടാവാം. അപ്പോൾ ഒരു ക്യാപിറ്റലിസം എന്ന് പറയുന്ന ഒരു കൾച്ചർ ഉണ്ടെങ്കിൽ മാത്രമാണ് ഓൺടർപ്രണറിയൽ ഗ്രോത്തിനെ സപ്പോർട്ട് ചെയ്യുള്ളൂ. അങ്ങനെ ഇല്ലാത്ത കൾച്ചറാണെന്നെങ്കിൽ അങ്ങനെ ഒരു മോട്ടീവ് ഇല്ല എന്ന് വിചാരിക്കുക. പ്രോഫിറ്റ് മേക്കിംഗ് മോട്ടീവ് ഉണ്ടാവാൻ ആഗ്രഹമില്ലാത്തൊരു വാല്യൂ സിസ്റ്റമാണ്. വാല്യൂ സിസ്റ്റത്തിലെ കൾച്ചറിലാണ് അവർ ജീവിക്കണമെങ്കിൽ അവിടെ ഓൺടർപ്രണറിയൽ ഗ്രോത്ത് ഉണ്ടാവില്ല. അപ്പോൾ ഓൺടർപ്രണറിയൽ ഗ്രോത്തിനെ കൾച്ചർ ഇമ്പാക്റ്റ് ചെയ്യുന്നുണ്ട്, റിലീജിയൻ ഇമ്പാക്റ്റ് ചെയ്യുന്നുണ്ട്, ഗ്രൂപ്പ്സ് ഇമ്പാക്റ്റ് ചെയ്യുന്നുണ്ട്, സ്പിരിറ്റ് ഓഫ് ക്യാപിറ്റലിസം ഇമ്പാക്റ്റ് ചെയ്യുന്നുണ്ട്. വളരെ സ്മോൾ പോർഷനാണ് നമ്മൾ ഇന്നിപ്പോൾ ഡിസ്കസ് ചെയ്തത്. കൾച്ചർ എങ്ങനെ ഇമ്പാക്റ്റ് ചെയ്യണം എന്നുള്ളതാണ്. അപ്പോൾ ഓൺടർപ്രണറിയൽ ഗ്രോത്തിന് ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഫാക്ടേഴ്സ് 5 ഇമ്പോർട്ടൻറ്റ് ഫാക്ടേഴ്സാണ് ഓൺടർപ്രണറിയൽ ഗ്രോത്തിന് ഇൻഫ്ലുവൻസ് ചെയ്യുന്നത്. ഓക്കെ, അതിലെ ഫസ്റ്റ് ഫാക്ടർ സൈക്കോളജിക്കൽ ഫാക്ടറാണ്. സൈക്കോളജിക്കൽ ഫാക്ടർ എന്ന് പറയുന്നത് അതായത് ഒരു എംപ്ലോയിയുടെ ഉള്ളിലെ കുറച്ച് ഇമ്പോർട്ടൻറ്റ് സൈക്കോളജിക്കൽ ഫാക്ടേഴ്സ് ഏതൊക്കെ നമ്മൾ പഠിച്ചത്? നാച്ചർ ഫോർ അച്ചീവ് ചെയ്യണമെന്നൊരു ആഗ്രഹം ഉണ്ടാവണം, പേഴ്സണൽ മോട്ടീവ്സ് ആൻഡ് എക്സ്പെക്റ്റേഷനും റെക്കഗ്നീഷനും, നീഡ് ഫോർ അതോറിറ്റി. ഈ പറയുന്ന 4 പോയിൻ്റാണ് ഏതിലുള്ളത്? ഫാക്ടേഴ്സ് ഇൻഫ്ലുവൻസിങ്ങിലെ സൈക്കോളജിക്കൽ ഫാക്ടേഴ്സ് ഉള്ളത്. ദെൻ ഇപ്പോൾ നമ്മൾ പറഞ്ഞു കൾച്ചറൽ ഫാക്ടേഴ്സ് പറഞ്ഞു. കൾച്ചറൽ ഫാക്ടേഴ്സ് അഗെയിൻ 4 പോയിൻ്റാണ്: കൾച്ചർ, റിലീജിയൻ, മൈനോറിറ്റി ഗ്രൂപ്പ് ആൻഡ് സ്പിരിറ്റ് ഓഫ് ക്യാപിറ്റലിസം. ദെൻ നമ്മൾ ഇന്നലെ പഠിച്ചത് എന്താ? ഏത് എക്കണോമിക്കൽ ഫാക്ടേഴ്സാണ്. എക്കണോമിക്കൽ ഫാക്ടേഴ്സാണ് നമ്മൾ പറയുകയാണെങ്കിൽ എക്കണോമിക്കൽ ഫാക്ടേഴ്സിലെ ലാൻഡ്, ലേബർ, ക്യാപിറ്റലൊക്കെ വരുമല്ലോ. അങ്ങനെ അവിടെ നമ്മൾ 7 പോയിൻ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ലേബറിനെ കുറിച്ച് പറഞ്ഞു, റോ മെറ്റീരിയലിനെ കുറിച്ച് പറഞ്ഞു, ഫിനാൻസിനെ കുറിച്ച് പറഞ്ഞു, ഇൻഫ്രാസ്ട്രക്ചറിനെ കുറിച്ച് പറഞ്ഞു, മാർക്കറ്റിനെ കുറിച്ച് പറഞ്ഞു, സപ്പോർട്ട് സിസ്റ്റത്തെ കുറിച്ച് പറഞ്ഞു, ഗവൺമെൻറ് പോളിസീസിനെ കുറിച്ച് പറഞ്ഞു. അങ്ങനെ ആ പോയിൻ്റ് നമ്മൾ 3 പോയിൻ്റ് പറഞ്ഞു. ഇനി എത്ര പോയിൻ്റ് മക്കളെ പഠിക്കാനുണ്ട്? നമ്മൾ 3 പോയിൻ്റ് മക്കളെ പഠിച്ചു കഴിഞ്ഞു. സൈക്കോളജിക്കൽ ഫാക്ടേഴ്സ് പഠിച്ചു,
സൈക്കോളജിക്കൽ ഫാക്ടേഴ്സ് പഠിച്ചു, എക്കണോമിക്കൽ ഫാക്ടേഴ്സ് പഠിച്ചു, കൾച്ചറൽ ഫാക്ടേഴ്സ് പഠിച്ചു. ഇനി സോഷ്യൽ ഫാക്ടേഴ്സ് ഉണ്ട്, പേഴ്സണാലിറ്റി ഫാക്ടേഴ്സ് ഉണ്ട്. ഈ രണ്ട് ഫാക്ടേഴ്സിനെ കുറിച്ച് നമുക്ക് സോഷ്യൽ ഫാക്ടേഴ്സ് ഇത്തിരി പഠിക്കാനുണ്ട്. അതിൽ കുറച്ചധികം സോഷ്യൽ ഫാക്ടേഴ്സ് വരുന്നുണ്ട്. സോഷ്യൽ ഫാക്ടേഴ്സിലെ നമുക്ക് എത്ര ഫാക്ടേഴ്സ് ഉണ്ടെന്ന് അറിയില്ല. ലെജിസ്മസി ഓഫ് ഓൺടർപ്രണർഷിപ്സ്, സോഷ്യൽ മാർജിനാലിറ്റി, ഫാമിലി ബാക്ക്ഗ്രൗണ്ട്, കാസ്റ്റ് സിസ്റ്റം, ഒക്യുപ്പേഷൻ, ഇൻ എഡ്യൂക്കേഷൻ, ടെക്നിക്കൽ ക്വാളിഫിക്കേഷൻ, സോഷ്യൽ സ്റ്റാറ്റസ് ആൻഡ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി. അപ്പോൾ അത് തന്നെ ഒരു ക്ലാസ്സിൽ പഠിക്കാൻ നിങ്ങൾക്കുണ്ട്. ഇതിപ്പോൾ തന്നെ 5 മിനിറ്റായി, 5 മിനിറ്റ് കൂടുതൽ. അപ്പോൾ ആ 8 പോയിൻ്റ് സോഷ്യൽ ഫാക്ടേഴ്സിൽ പഠിക്കാനുണ്ട്. ഇനി അതിനുശേഷം നമുക്ക് പഠിക്കാനുള്ള ഒരു ഫാക്ടേഴ്സ് എന്ന് പറയുന്നത് ഏത് ഫാക്ടേഴ്സാണ്? ലാസ്റ്റ് ഫാക്ടറായ പേഴ്സണാലിറ്റി ഫാക്ടറാണ്. പേഴ്സണാലിറ്റി ഫാക്ടറിൽ 3 ഫാക്ടേഴ്സാണ് ശരിക്കും പറഞ്ഞാൽ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത്. അതൊന്നും കൂടി പഠിക്കണം. ആ 3 പോയിൻ്റ് എന്ന് പറയുന്നത് പേഴ്സണാലിറ്റി ഫാക്ടറിൽ 3 പോയിൻ്റ് ഉണ്ട്. അത് ഞാനിപ്പോൾ ഇതിൽ ഫോട്ടോ എടുത്ത് വെച്ചിട്ടില്ല. ഒരു മിനിറ്റ് ഞാൻ എടുത്തിട്ട് നിങ്ങൾക്ക് വയ്ക്കാം. ഓക്കെ, അപ്പോൾ പേഴ്സണാലിറ്റി ഫാക്ടേഴ്സും കൂടി നമ്മളൊന്ന് പഠിക്കുന്നുണ്ട്. പേഴ്സണാലിറ്റി ഫാക്ടേഴ്സ് നമുക്ക് ഈ ഓൺടർപ്രണറിയൽ ഗ്രോത്തിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ടോ? ഡെഫിനറ്റ്ലി ഒരു ഓൺടർപ്രണറുടെ പേഴ്സണാലിറ്റി ഓൺടർപ്രണറൽ ഗ്രോത്തിനെ ഇൻഫ്ലുവൻസ് ചെയ്യും, അല്ലേ? അപ്പോൾ ഇത്തരത്തിലൊരു പേഴ്സൺ, അതായത് ഒരു നീഡ് ഫോർ അച്ചീവ്മെൻറ്റ്, ഒരു അച്ചീവ്മെൻറ്റ് ആഗ്രഹമുള്ള ഒരു പേഴ്സണാലിറ്റിയാണെന്ന് വിചാരിക്കൂ. എൻത്യൂസാസ്റ്റിക് ആയിട്ടുള്ള പേഴ്സണാലിറ്റി, അതുപോലെ തന്നെ ഭയങ്കര എനർജറ്റിക് ആക്റ്റീവ് ആയിട്ടുള്ള പേഴ്സണാലിറ്റിയാണ് ടു ബിക്കേം. ആ പേഴ്സണാലിറ്റിക്കാണ് കൂടുതലും ഓൺടർപ്രണർഷിപ്പ് എന്ന് പറയുന്ന ഒരു കരിയർ സ്യൂട്ട് ആവുക. ഓക്കെ, ഓൺലി സക്സസ്ഫുൾ ഓൺടർപ്രണർ ആവണമെങ്കിൽ ഹി ഹാവ് സെർട്ടൺ ക്വാളിറ്റീസ്, certain potentialities. ഓക്കെ, ഒരു സക്സസ്ഫുൾ ഓൺടർപ്രണർ ഓൾവേസ് ട്രൈ ടു യൂട്ടിലൈസ് ഓർ ട്രൈ ടു എക്സ്പ്ലോർ ഓൾ ദ പൊട്ടൻഷ്യാലിറ്റീസ് അവൈലബിൾ ഇൻ ദി കൺട്രി. ഓക്കെ, അപ്പോൾ അതിൽ ഏതൊക്കെ 3 പോയിൻ്റാണ് പറയണത്. ഒന്ന് പേഴ്സണാലിറ്റിയാണ്. ഒരു ഇൻഡിവിജ്വലിൻ്റെ പേഴ്സണാലിറ്റി, അയാളുടെ പേഴ്സണാലിറ്റിക്ക് അനുസരിച്ചായിരിക്കും. ഇപ്പോൾ സക്സസ്ഫുൾ അയാൾ ഭയങ്കര ഡിപ്രഷൻ വരുന്ന ആളാണോ, അല്ലെങ്കിൽ അയാൾക്ക് ഈസി ഗോയിങ് പേഴ്സൺ ആണോ? കാരണം അയാൾക്ക് ആ സ്കില്ലൊക്കെ വേണം. എല്ലാ എംപ്ലോയീസിനായിട്ട് മിക്സ് ചെയ്ത് പോകാനുള്ള കഴിവ് വേണം. അപ്പോൾ പേഴ്സണാലിറ്റി ഇൻഫ്ലുവൻസ് ചെയ്യുന്നതാണ്. പേഴ്സണാലിറ്റി എന്ന് പറയുന്നത് ടോട്ടാലിറ്റി ഓഫ് എ പേഴ്സൺ. വാട്ട് ഈസ് പേഴ്സണാലിറ്റി? ഈസ് എ ടോട്ടാലിറ്റി ഓഫ് പേഴ്സൺ. നെക്സ്റ്റ് ആളുടെ ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ ഇൻഡിപെൻഡൻ്റ് ആണോ? ഒരു ഓൺടർപ്രണർ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് ഒരുപാട് ഡിസിഷൻസ് എടുക്കേണ്ടി വരും. ഡിസിഷൻ മേക്കിംഗ് സ്കിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഹാവ് ടു ടേക്ക് ഓൺ ഡിസിഷൻസ് എടുക്കേണ്ടി വരും. ഹാവ് ടു സെർച്ച് ചെയ്യേണ്ടി വരും റിസോഴ്സസ്. അതുപോലെ തന്നെ അങ്ങനെ ഒരു ഇന്നർ അർജൻ്റ് ആയിരിക്കണം ഒബ്സർവ് ചെയ്യാനും. അങ്ങനെ അപ്പോൾ അയാൾ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് സക്സസ് എന്ന് പറയുന്നത് മറ്റൊരു ആളുടെ സജഷൻസിന് വെയിറ്റ് ചെയ്യാതെ ഇൻഡിപെൻഡൻ്റ് ഡിസിഷൻസ് എടുക്കേണ്ടി വരും. അപ്പോൾ അയാളുടെ ഇൻഡിപെൻഡൻസും അയാളുടെ പേഴ്സണാലിറ്റി അതിൻ്റെ കമ്പൽഷൻ. ചിലപ്പോൾ നമ്മൾ ഓൺടർപ്രണർ ആവാം, ചിലപ്പോൾ നമ്മൾ ചില എൻവയോൺമെൻ്റ് ആയിരിക്കും എനിക്ക് ജോലി കിട്ടാത്തത്, അല്ലെങ്കിൽ നമുക്ക് ഗവൺമെൻറ് പോളിസീസ് ആയിരിക്കാം, അല്ലെങ്കിൽ ഐഡിയൽ ഫണ്ട് ആവാം, എൻ്റെ ടെക്നിക്കൽ നോളജ് പ്രൊഫഷണൽ നോളജ് ആയിരിക്കും. അപ്പോൾ സാഹചര്യങ്ങളും ഓൺടർപ്രണർ ആവും. അപ്പോൾ കമ്പൽഷൻ ഒരു ഇമ്പോർട്ടൻറ്റ് ഫാക്ടറാണ് ഓൺടർപ്രണർ ആവാൻ വേണ്ടിയിട്ട്. 3 സിറ്റുവേഷനിലൂടെ ചിലപ്പോൾ ഒരു ഓൺടർപ്രണർ ആവാൻ തീരുമാനിക്കാം. ഒരു സാഹചര്യം എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ നോളജ് ആയിരിക്കും, അയാൾ എക്സ്പീരിയൻസും ടെക്നിക്കൽ നോളജും സ്കില്ലൊക്കെ ആയിരിക്കാം ഒരു ഓൺടർപ്രണർ ആവാനുള്ള കാരണം. അല്ലെങ്കിൽ അയാൾക്ക് ഐഡിയലായിട്ട് അയാൾക്ക് കുറേ ഫണ്ടുണ്ട്, ഈ ഫണ്ട് എന്താ ചെയ്യേണ്ടതെന്നോ ബിസിനസ് ചെയ്യാലോ. അങ്ങനെ ആവണവർ വളരെ കുറവാണെന്നാലും ബിസിനസ് ചെയ്യാം. വെറുതെ ബിസിനസ് ചെയ്യുന്നത് തമാശയ്ക്കെന്നൊക്കെ പറയുന്നത് ഉണ്ടാവാം. ഓക്കെ, പിന്നെന്തായിരിക്കും ഒന്നെന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞ അയാൾ ഐഡിയൽ ഫണ്ട് ഉപയോഗിക്കാം, അല്ലെങ്കിൽ യൂസ് ഓഫ് ടെക്നിക്കൽ നോളജോ പ്രൊഫഷണൽ നോളജോ സ്കില്ലായിരിക്കാം, അല്ലെങ്കിൽ അയാളുടെ അൺഎംപ്ലോയ്മെൻറ്റോ എക്സിസ്റ്റിംഗ് ജോബിന് ഡിസാറ്റിസ്ഫാക്ഷൻ ഉണ്ടായതുകൊണ്ടോ, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ അൺഎംപ്ലോയ്മെൻറ്റ് ജോലി ഇല്ലാത്തത് കൊണ്ട് ബിസിനസ് ചെയ്ത ആൾക്കാരുണ്ടാവാം. അങ്ങനെ പല കാര്യങ്ങളുണ്ടാവാം. പേഴ്സണാലിറ്റി 3 ഫാക്ടറാണ് പറയുന്നത്. ഒന്ന് അയാളുടെ പേഴ്സണാലിറ്റി ഇമ്പോർട്ടൻറ്റ് ഫാക്ടറാണ് ഓൺടർപ്രണറിയൽ ഗ്രോത്തിന്. ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള ഡിസിഷൻ മേക്കിംഗ് സ്കിൽ ഉണ്ടാവണ ഒരു പേഴ്സണാലിറ്റി, അതിലൊരു ഇൻഡിപെൻഡൻസ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് ഒരു ഓൺടർപ്രണറിയൽ ഗ്രോത്ത് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ കമ്പൽഷൻ കൊണ്ട് ഓൺടർപ്രണർ ആവാം. ഇത്രയും പോയിൻറ്റ്സാണ് നമ്മൾ പഠിച്ചു കഴിഞ്ഞത്. അപ്പോൾ നമ്മൾ ഇനി ആകെ ഇതിൽ ഫാക്ടേഴ്സ് ഇൻഫ്ലുവൻസ് ഓൺടർപ്രണർ ഗ്രോത്തിൽ ആകെ ഒരെണ്ണം കൂടി പഠിക്കാനുള്ള സോഷ്യൽ ഫാക്ടേഴ്സാണ്. ബാക്കിയുള്ള 5 ഫാക്ടറിലും 4 ഫാക്ടറും പറഞ്ഞു വന്നു. ഇന്നത്തെ ക്ലാസ്സിൽ ഞാൻ ആദ്യം പറഞ്ഞത് വെറും കൾച്ചറൽ ഫാക്ടേഴ്സ് പഠിക്കാമെന്നാണ്. പിന്നെ ഞാൻ എന്തുകൊണ്ടും പഠിച്ചു നിങ്ങളെ പഠിപ്പിച്ചു പേഴ്സണൽ ഫാക്ടേഴ്സും കൂടി വെച്ചു. അയാളുടെ പേഴ്സണൽ ഫാക്ടേഴ്സ്, അയാളുടെ പേഴ്സണാലിറ്റി
പേഴ്സണാലിറ്റി, അയാൾ ഇൻഡിപെൻഡൻസ്, അയാൾ കമ്പൽഷൻ, ഇതൊക്കെ അങ്ങനെ ആവാമെന്ന് ഒരു ഓണ്ടർപ്രണർ ആവാൻ വേണ്ടി ഇത്ര കാര്യങ്ങൾ നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ചിലപ്പോൾ ഒരു എസ്സേ ചോദിച്ചു കഴിഞ്ഞാൽ ഒരുപാട് എഴുതാനുണ്ടാവും കേട്ടോ. ചിലപ്പോൾ വാട്ട് ആർ ദ ഫാക്ടേഴ്സ് ഇൻഫ്ലുവൻസിങ് ഓണ്ടർപ്രണറൽ ഗ്രോത്ത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ 5 പോയിൻറ്റ്സ് എഴുതുമ്പോൾ ഒരുപാട് പോയിൻറ്റ്സായി വരും. കാരണം 5 പോയിൻ്റ് 5 മിനിമം 4-5 പോയിൻ്റ് സബ് പോയിൻറ്റ്സും വരുമ്പോൾ നിങ്ങൾ ചുരുക്കി എഴുതാൻ പഠിക്കണം. അല്ലെങ്കിൽ പരീക്ഷയ്ക്ക് നിങ്ങൾക്ക് എഴുതാൻ സമയം കിട്ടുകയില്ല. ഈ സബ്ജക്റ്റ് പഠിക്കുമ്പോൾ ഏറ്റവും ശ്രദ്ധിക്കേണ്ട കാര്യം, ഇത് ടെക്സ്റ്റ് ബുക്കിൽ ഒരുപാട് പേജസ് കഴിഞ്ഞ് പോയി കിട്ടും. ഒരുപാട് പേജ് ഒരു ദിവസം ക്ലാസ്സിൽ പഠിപ്പിക്കും. ടെക്സ്റ്റ് ബുക്കിൽ ഒരുപാട് കാരണം പഠിപ്പിക്കാൻ എളുപ്പമാണ്, ഒരു പോയിൻ്റ് ഉള്ളൂ. അപ്പോൾ നമുക്ക് എളുപ്പമാണ്. കാരണം നിങ്ങൾക്ക് ലാമേന് മനസ്സിലാവുന്നതും കൂടിയാണ്. അപ്പോൾ അത് നിങ്ങൾ പഠിക്കുക. ടെക്സ്റ്റ് ബുക്ക് വിനോദ് സാറിൻ്റെ ടെക്സ്റ്റ് ബുക്കാണ് ഇതിനു വേണ്ടി ഫോളോ ചെയ്യുന്നത്. ഇപ്പം ഞാൻ നിങ്ങൾക്ക് ഫോട്ടോ എടുത്ത് വെച്ചത് മീൻസ് ഇങ്ങനെ ഇതും വിനോദ് സാറിൻ്റെയാണ്. ഏതെങ്കിലും മെറ്റീരിയൽ അഡീഷണലായിട്ട് അയച്ചതിൽ ക്ലിയർ ഇല്ലാതിരിക്കുകയോ ഇതിൽ മെറ്റീരിയൽ വേണമെന്ന് പറഞ്ഞാൽ ഞാൻ അയച്ചു തരാം. താങ്ക് യു.